ഇതാണ് കേട്ടോ 3V's മാനേജിംഗ് ഡയറക്ടർ വർഷ. 3V's വി അല്ലേ? ഓക്കെ, വർഷയാണ് അപ്പോൾ ഈ 3V's എന്നൊരു ബ്രാൻഡിന്റെ പ്ലാൻ കൊണ്ടുവരുന്നത്. അതായത് 3V's ഇന്ന് വളർന്ന് പന്തലിച്ചതിന് പിന്നിൽ സത്യത്തിൽ വർഷയുടെ ഐഡിയ ആണ്. അപ്പോൾ വർഷ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ കായം എന്നൊരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണ്? കാരണം എല്ലാവരും വേറെ വേറെ പ്രൊഡക്ട്സ് ആണ് സെലക്ട് ചെയ്യാറ്. കായം ഞാൻ ആദ്യമായിട്ടാണ് കായം വെച്ച് ഇത്രയും വലിയൊരു ബിസിനസ് അറിയുന്നത്. അപ്പോൾ എന്താണ് കായം സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? 2019 3V's എന്നുള്ള ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഭയങ്കര താല്പര്യം കാരണം തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിരുന്നു. ഞാനും എൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടെ ഇരുന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു, കായത്തിൻ്റെ കുറിച്ചും കായത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ കണ്ടു. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഞങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ സാമ്പാർ, രസം, അച്ചാർ അങ്ങനെയുള്ള പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കായം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലാണ് അധികം കൺസ്യൂമേഴ്സ് എങ്കിലും പുറത്തു നിന്ന് ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. കേരളത്തിന് പുറത്താണ് കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിന് അതിനൊരു സ്കോപ്പ് ഉണ്ട്, മാർക്കറ്റിംഗ് സ്കോപ്പ് ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടാണ് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ 3V's എന്നൊരു പേര് നമ്മൾ പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല. 3V's എന്ന പേരിന് പുറകിലുള്ള ഒരു സംഭവം അതൊന്ന് പറഞ്ഞു കൊടുക്കും. 3V's എന്ന് പറയുന്നത് 3 V സിസ്റ്റേഴ്സാണ്, വർഷ, വിസ്മയ, വൃന്ദ. അതിലെ വി. അതെ, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടായിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രാൻഡിന് പേര് 3V's. വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല? വേറെ പേരൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 3V's എന്നുള്ള പേര് തന്നെ ഇരിക്കട്ടെ എന്ന് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതാണ്. അതെന്തായാലും അടിപൊളിയായി. നിങ്ങൾ കൊറോണ കാലത്താണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മുൻപ് ഉണ്ടാക്കി പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു ടൈമിൽ? ഞങ്ങൾ തുടങ്ങിയത് ആക്ച്വലി കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ്. ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുതിയ ഒരു സംഭവം വരുന്നത്, കോവിഡ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾക്കും ഒരു ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ പതുക്കെ ഇത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിംഗ് തുടങ്ങുമായിരുന്നു. ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഷോപ്സും എല്ലാം അടച്ചു പൂട്ടി, എല്ലാം ഒരു സ്റ്റോപ്പായൊരു ഇതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഷോക്കായിരുന്നു. എന്താ ഇനി ചെയ്യാം, നമ്മൾ ഇത്രയും ആഗ്രഹിച്ചൊരു സംഭവം തുടങ്ങിയതാണ്. പ്രൊഡക്ഷൻ, അതിനു വേണ്ടിയൊക്കെ കുറച്ച് ചിലവുകളും കാര്യങ്ങളും നമ്മുടെ എഫേർട്ടും ട്രെയിനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ നിന്ന് പോയപ്പം ആക്ച്വലി ഫസ്റ്റത്തെ ഒരാഴ്ച ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങളും ഷോക്കായി, ഷോപ്പൊക്കെ മാനുഫാക്ചറിങ് ഒക്കെ ഞങ്ങളും അടച്ചു പൂട്ടി വീട്ടിലിരുന്നു. പക്ഷെ ആക്ച്വലി അവിടെ നിന്ന് പൊങ്ങി വരാൻ കാരണം ഞങ്ങളുടെ അച്ഛനായിരുന്നു. കാരണം അച്ഛൻ സപ്പോർട്ടീവായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്തായാലും നമ്മുടേതായ രീതിയിൽ നോക്കാം എന്നുള്ള ഇതായിരുന്നു. ആക്ച്വലി ആ ഒരു സമയത്ത് ഫുഡ് പ്രോഡക്റ്റിനൊക്കെ പുറത്ത് പോകുന്നതിനും നമ്മൾ ആക്ച്വലി വേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്ത് പുറത്ത് പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അച്ഛനും കൂടെ ഇറങ്ങും മാർക്കറ്റിങ്ങിന്. ഞങ്ങൾ കാറിൽ കുറച്ച് പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യ സാധനങ്ങൾ തുറക്കുന്ന കടകളിൽ പോവും. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സൊക്കെ വരാണ്ടായി. അപ്പം നമ്മുടെ കടകളിലുള്ള ആളുകളായാലും ഒക്കെ ഇവിടെയുള്ള ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്നതാണ്, ഞങ്ങളെടുത്ത് വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വന്നു. ആ ഒരു സമയം ആക്ച്വലി ഞങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു കോവിഡ് ടൈം. ഓക്കെ.